കേരളത്തിൽ ഇനി ലൈസൻസ് കിട്ടാൻ കുറച്ച് വിയർക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. ഗതാഗത മന്ത്രിയായി കെ.ബി. ഗണേഷ് കുമാർ എത്തിയപ്പോൾ തന്നെ പല മാറ്റങ്ങളും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പ്രതീക്ഷകൾക്കൊന്നും മങ്ങലേൽപ്പിക്കാതെ തന്നെ പുതിയ പല പ്രഖ്യാപനങ്ങളുമായും മന്ത്രി മുന്നോട്ട് വരികയും ചെയ്തതാണ്. ലൈസൻസ് എടുക്കുന്നതിലും നിരവധി പരിഷ്കരണങ്ങളാണ് ഗണേഷ് കുമാർ കൊണ്ടുവന്നിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ലൈസൻസ് ചട്ടങ്ങൾക്കനുസരിച്ചാണ് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞത്. സംസ്ഥാനത്ത് അപകടങ്ങൾ കുറച്ച് ലോക നിലവാരത്തിലേക്ക് ഡ്രൈവിംഗ് ഉയർത്തുക എന്നതാണ് മന്ത്രിയുടെ ലക്ഷ്യം. 27 തവണ ടെസ്റ്റിൽ പരാജയപ്പെട്ട് ലൈസൻസ് എടുത്തവരുണ്ട്. ഗൾഫിലും അമേരിക്കയിലുമൊക്കെ ലൈസൻസ് കിട്ടാൻ വളരെ പാടാണ്. ലൈസൻസ് എടുത്തതിനു ശേഷം വാഹനം ഓടിക്കാൻ പഠിക്കാൻ വീണ്ടും ഫീസ് കൊടുത്ത് ക്ലാസ്സിന് പോകുന്ന നാടാണ് നമ്മുടേത്. റോഡിലെ അപകടങ്ങൾ കുറയ്ക്കുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഇവിടെ ലൈസൻസ് എടുക്കുന്നവർ ലോകത്ത് എവിടെ ചെന്നാലും ലൈസൻസ് പാസ്സാവണം. ചുളിവിൽ ലൈസൻസ് എടുക്കണം എന്ന് കരുതുന്നവർ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ലൈസൻസ് എടുക്കട്ടെ. എന്നാൽ നിയമം അനുസരിക്കുന്നതാണ് മാന്യത എന്ന് കരുതുന്നവർ ഇപ്പോഴത്തെ നിയമങ്ങൾ ഉപകാരപ്രദമായിരിക്കും, മന്ത്രി പറഞ്ഞു. റോഡപകടങ്ങൾ നിയന്ത്രിച്ചേ പറ്റൂ. AI ക്യാമറ വെച്ചതോടെ അപകടങ്ങൾ കുറഞ്ഞില്ലേ? ദുർവാശിയൊന്നുമല്ല. ഇന്ത്യ സർക്കാരിന്റെ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. ലോകത്ത് എല്ലായിടത്തും നടപ്പാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. അല്ലാതെ എന്റെ കണ്ടുപിടുത്തങ്ങളൊന്നുമല്ല. ഞാനൊരു ശാസ്ത്രജ്ഞനുമല്ല. നിയമം അനുസരിക്കണം, അത്രയേ ഉള്ളൂ. കേരളം കൊടുക്കുന്ന സർവകലാശാലകൾക്കൊരു മൂല്യമുണ്ട് പുറത്ത്. അതുപോലെ കേരളത്തിൽ നിന്നും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതാണ്. അതിനൊരു മൂല്യമുണ്ട് എന്ന് പറയുന്ന തലത്തിലായിരിക്കണം. ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ഒരു AMVയും കൂടി ഒരു ദിവസം രാവിലെ 8 മുതൽ ഉച്ചവരെയുള്ള സമയത്തിനിടയിൽ കൊടുക്കുന്നത് 60 ലൈസൻസ് ആണ്. ഇത് അത്ഭുതമല്ലേ? മാജിക് അല്ലാതെ ഇതെന്താണ്? ഇത് ശരിയാണോ? അതുകൊണ്ട് അത് കുറച്ച് 30 ആക്കി. ലൈസൻസിന്റേത് വില എന്താണെന്ന് ഇവിടത്തുകാർക്ക് അറിയില്ല, പക്ഷെ പ്രവാസികൾക്ക് മനസ്സിലാകും, ഗണേഷ് കുമാർ പറഞ്ഞു. ഗിയറില്ലാത്ത മോട്ടോർ സൈക്കിൾ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതിയിൽ മാറ്റമില്ല. റോഡ് സുരക്ഷയെ മുൻനിർത്തി മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് കാര്യക്ഷമമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് പുറപ്പെടുവിച്ച 4/2024 നമ്പർ സർക്കുലറിലെ നിർദ്ദേശങ്ങളിൽ ഗിയറില്ലാത്ത മോട്ടോർ സൈക്കിൾ ടെസ്റ്റിൽ ഒരുവിധ മാറ്റവും വരുത്തിയിട്ടില്ലെന്നും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പൊതുജനങ്ങളിൽ നിലനിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകുന്നതെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു. അതേസമയം KSRTCയിൽ സർവീസ് നടത്തുന്ന കാലപ്പഴക്കമുള്ള എല്ലാ ബസ്സുകളും മാറ്റുമെന്നും മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. കായംകുളത്ത് ദേശീയപാതയിൽ സർവീസ് നടത്തുകയായിരുന്ന KSRTC ബസ്സിന് തീപിടിച്ച സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ബസ്സിന് കാലപ്പഴക്കമുണ്ടെന്ന് സംശയിക്കുന്നതായും മന്ത്രി പറഞ്ഞിരുന്നു.